ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി വരുവാൻ സാധിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ ആദ്യമേ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ക്രിസ്തുവിലുള്ള പുതിയ ജീവനാണ്. ക്രിസ്തുവിലുള്ള പുതിയ ജീവൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ആരും ഒരിക്കലും പെർഫെക്റ്റ് ആകത്തില്ല. ആർക്കും പെർഫെക്റ്റ് ആകാൻ സാധിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 100% നുണയാണ്. ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. ജീവിതത്തിൽ പല വീഴ്ചകൾ നമുക്ക് സംഭവിക്കും. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. അത് ദൈവത്തിനറിയാം. നമ്മൾ മനുഷ്യരാണെന്നും നമ്മുടെ ബലഹീനതകളെല്ലാം ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഈ വരുന്നൊരു കാലയളവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് വ്യക്തികൾ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടുന്നുണ്ട്. എന്ത് തെറ്റുകളാണ് അവരോട് പറഞ്ഞത്? ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, ചിലപ്പോൾ ഡ്രഗ്സ് ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഡ്രഗ്സ് ഉപയോഗിക്കുക, മദ്യപിക്കുക, അങ്ങനെ പല കാരണങ്ങളാൽ നമ്മൾ സമൂഹത്തിൽ നിന്നും ചില വ്യക്തികളെ വേർതിരിച്ച് ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന സമയത്ത് ഞാൻ ദൈവവേല ചെയ്യാനായിട്ട് പരിപൂർണമായിട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് അതാണ്. അതായത് സമൂഹത്തിൽ ഇങ്ങനെ ഡ്രഗ് ഉപയോഗം മൂലം അല്ലെങ്കിൽ മദ്യപാനം മൂലം ഒറ്റപ്പെട്ട് ചീത്ത സ്വഭാവമാണെന്ന് പറഞ്ഞ് മറ്റുള്ള ഭാര്യയും ബന്ധുക്കളും എല്ലാം കൈയൊഴിഞ്ഞിരിക്കുന്ന വ്യക്തികളോട് സുവിശേഷം പറയാനാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. കാരണം ഞാനും ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയതാണ്. മദ്യപിച്ചിട്ടുണ്ട്, പുകവലിച്ചിട്ടുണ്ട്, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വെളിയിൽ കൊണ്ടുവന്നു. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ചെന്നുപെടുന്ന ഇടം അത്രയും നല്ല ഇടമായിരിക്കത്തില്ല. മനസ്സിലായോ? പിന്നെ ജീവിത സാഹചര്യങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കും, നിരാശകൾ, ഇതിലൂടെ എല്ലാമാണ് ഒരു വ്യക്തി ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചത് അങ്ങനെയുള്ളവരോട് സുവിശേഷം പറയാനാണ് എന്ന് വ്യക്തമായി ദൈവം ഈ സമയത്ത് എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരോട് സുവിശേഷം പറയണം. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകേണ്ടവരല്ല. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. കാരണം ക്രിസ്തു ഒരിക്കലും വന്നത് പാപികളെ നീതിമാന്മാരെ രക്ഷിക്കാനല്ല. ക്രിസ്തു വന്നത് കാണാതെ പോയ ആടിനെ കണ്ടുപിടിക്കാനാണ്, കണ്ടെത്താനാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് വേണമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ദൈവം എന്നെ ഈ വേലയ്ക്കായിട്ട് വിളിച്ചത്. അതുകൊണ്ട് അപ്പോൾ അവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നത്, ഇതൊക്കെ വിൽപ്പന ചെയ്യുന്നവരെ ശിക്ഷിക്കണമെന്ന് പറയുന്നത് ന്യായമായ കാര്യം, ശരി തന്നെയാണ്. പക്ഷേ മറ്റു പല കാരണങ്ങളാൽ ഇത് ചെയ്തതിന് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചത് കൊണ്ട്, ജീവിതത്തിൽ നിരാശ മൂലം ഇത് ഉപയോഗിച്ചത് കൊണ്ട് ഒറ്റപ്പെട്ടു പോയവരും ജീവിതം തകർന്നു പോയവരെയും അവരെ കണ്ടുപിടിച്ച് അവരോട് സുവിശേഷം അറിയിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അവരോട് പറയാനുള്ളൊരു, അങ്ങനെ ആരെങ്കിലും എന്നെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം തീർന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളെയും മാറ്റുവാനും പുതുക്കി എഴുതുവാനും പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനും യേശുവിന് സാധിക്കും. ദൈവത്തിന് നിങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. ആരെന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്ന് കരുതി വ്യസനിക്കേണ്ട. ദൈവം നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ മെസ്സേജ് ആരെങ്കിലും അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ കരുതുന്നു. നിങ്ങൾക്ക് വരേണ്ടുന്ന മാറ്റം ക്രിസ്തുവിൽ ദൈവം നിങ്ങൾക്ക് തരും. കാരണം ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് ഈ വേദനകളും കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദൈവം എന്നെ ഈ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർ ദൈവമാർഗത്തിൽ വരണം.
ക്രിസ്തുവിലുള്ള ഒരു പുതുജീവൻ നിങ്ങൾ സ്വന്തമാക്കണം. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ജീവിതം തീർന്നിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതുന്ന ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.